സാറിനെ കണ്ടോ? ഇല്ല. അതാ അടുത്ത ബന്ധുവീട്ടിലൊക്കെ വിളിച്ചായിരുന്നു, എങ്ങും എത്തിയിട്ടില്ല. ഇതിന് മുമ്പ് മിസ്സിംഗ് ആയിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റാ. അടുത്തുള്ള കിണറ്റിലോ കുളത്തിലോ നോക്കിയായിരുന്നു? മാതാവേ, ചാച്ചനെ തിരിച്ചു കിട്ടിയ 51 കിലോ കുരിശും ചുമന്നുകൊണ്ട് എഴുകുമ്പയൽ കുരിശുമല കയറിക്കോളാമേ. മഹേഷേ, സാറേ നമുക്ക് കർണാടക പോലീസുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ. അതെ സാർ, ഈയിടെയായിട്ട് ഭാവന അച്ഛന് ഇച്ചിരി മിസ്സിംഗ് ഉണ്ടോ എന്നൊരു സംശയം. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിക്കേട്ടാ, ഈ ലോകം എത്ര സുന്ദരമാണ്. വട്ടായോ? എടാ ബേബി, നീയും സുന്ദരനാടാ. വട്ടല്ല വട്ടല്ല. ജോക്രുവ 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 ജോ. അങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ സാറേ, നമുക്ക് കർണാടക പോലീസുമായിട്ടൊന്ന് ബന്ധപ്പെടണം. എന്നാ സാറേ, ഇന്നാളൊരു ദിവസം ഞാൻ കടയിലിരിക്കുമ്പോഴേ എവിടെ എന്നാ ഭാവന ചായ, വിത്തിയെ കയറാൻ കൊതിയായോ? എടാ, ഓച്ചിരോത്സവത്തിന് നമ്മൾ കാബര കാണാൻ പോയി നിനക്ക് ഓർമ്മയുണ്ട്? ഇന്നിത്തീരം തേടും തിരയുടെ പാട്ടിൽ താളലയത്തിലുണർന്നു മതാശയായി മറക്കാൻ പറ്റൂ? എനിക്ക് ഒന്നുകൂടെ കാബര കാണണം. ബാംഗ്ലൂരുണ്ട്, കട്ടപ്പനയിൽ നിന്ന് ഡെയിലി ബസ്സും പോകുന്നുണ്ട്. നമുക്ക് പോവാന്നേ. ഈ അവസരത്തിൽ ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ മഹേഷേ. ശേ, നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് പിന്നെ പേടിപ്പിക്കാതെ. നിങ്ങൾ ചെല്ല്, ഞാനൊന്ന് നോക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാവും. ചെല്ല്. നന്നായിട്ട് നോക്കണേ സാറേ. സാറേ, കർണാടക പോലീസിന്റെ കാര്യം താങ്കൾ 2 ഗ്ലാസ് എടുത്തോണ്ടോടാ. നീ വിഷമിക്കണ്ടടാ മകേശേ, ഭാവനാച്ചൻ എന്നോട് പറയാതെ മരിക്കാനൊക്കത്തില്ല. എന്നാടാ മഹേഷേ? ചാച്ച എന്നെ കാണിച്ചേ. എന്നെ അങ്ങ് കൊല്ലിയ.